ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കലക്കി ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും എന്നെ പറ്റി ഒരു പരാതി ഉണ്ടാവില്ലായിരുന്നു. 20-30% കൂടുതലാണ്. കഴിഞ്ഞ മാസം കൊടുത്ത ഇലക്ട്രിസിറ്റി ബില്ല് 2,40,000 ചില്ലറ, എന്തോ 2,50,000 രൂപ എങ്ങനെയാണ് ഒറ്റ റെസ്റ്റോറൻറ്റിൽ. എന്തിന്? അവിടെ കട്ട വെച്ച് ചുമര് കെട്ടിയിട്ട് പെയിന്റ് അടിച്ചാൽ പോരെ? ഈ ഗ്ലാസ് ഇടുന്ന പൈസയും ആവില്ല. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോകുന്നത് ഫുഡ് വ്ലോഗിംഗ് രംഗത്തെ അതിബുദ്ധിമാനെന്ന് സ്വയം വിശേഷിച്ചിരുന്ന, എന്നാൽ ഇപ്പോൾ സ്വന്തം കട പൂട്ടാറായപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ വന്നിരുന്ന മോങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരുവന്റെ തനി നിറമാണ് നമ്മളിന്ന് പൊളിച്ചെടുക്കാൻ പോകുന്നത്. ഹംഗ്രി മൃണാൾ. ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കലക്കി ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും എന്നെ പറ്റി ഒരു പരാതി ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? പണ്ട് മറ്റുള്ളവന്റെ കഞ്ഞിപൊടി മുട്ടിക്കാനായിട്ട് ഒരു ക്യാമറയും തൂക്കി ഇറങ്ങി നടന്നവൻ ഇന്ന് സ്വന്തം ഹോട്ടലിന്റെ അവസ്ഥ വളരെയധികം ദയനീയമായ ഒരു അവസ്ഥയിൽ സിമ്പതി വർക്കൗട്ട് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ക്യാമറയുടെ മുന്നിൽ വന്നിരുന്നത് മോങ്ങുകയാണ്. എനിക്ക് പറ്റിയ മണ്ടത്തരം എന്താണെന്ന്, എനിക്ക് പറ്റിയ അബദ്ധങ്ങൾ, അത് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടപ്പെട്ടവർ കുറേ പേരുണ്ടല്ലോ, എൻ്റെ വളരെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കൾ. അപ്പോൾ ശരിയാണ്, വലിയ മണ്ടത്തരങ്ങളാണ് ഞാൻ ചെയ്തത്. ഒരു സാധാരണ കുടുംബത്തിൻ്റെ പല വർഷങ്ങളുടെ 10-20 വർഷത്തിൻ്റെ വരുമാനം ചിലവാക്കിയിട്ടാണ് ഞങ്ങൾ ജസ്റ്റ് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് മാത്രം ഉണ്ടാക്കിയത്. ഫ്രഷ് വാട്ടറും വേസ്റ്റ് വാട്ടറും. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ സർട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചിലവാക്കിയത് അത്രയധികം പൈസയാണ്. ഇതൊക്കെ എനിക്ക് പറ്റിയ തെറ്റാണ്. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. എടപ്പള്ളി പോലത്തെ ഒരു സ്ഥലത്ത് അത്രയധികം പൈസ ചിലവാക്കി അങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കിയത്, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അടച്ചിടണമായിരുന്നു കിച്ചൺ. ഒരിക്കലും തുറന്നിടാൻ പാടില്ലായിരുന്നു. അവിടെ നടക്കുന്ന എന്താണെന്ന് പുറത്ത് കാണാൻ പാടില്ലായിരുന്നു. നല്ല ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കാൻ ശ്രമിച്ചത്, ക്വാളിറ്റിയുള്ള ഭക്ഷണം വിലക്കുറവിൽ കൊടുക്കാൻ ശ്രമിച്ചത്, ഇതൊക്കെ ഭയങ്കര തെറ്റായിപ്പോയി. ഞാനത് ശരിക്കും റിയലൈസ് ചെയ്യുന്നു. മേ ബി ഇപ്പം ഞാൻ ഹംഗ്രി മൃണാളിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റർ ഞാനാണ്. അത് കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ ഇൻവെസ്റ്ററോട് ഞാൻ കുറച്ച് നേരത്തെ സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അയാൾ എന്നോട് പറയാ, മൃണാളെ നീ മണ്ടനാടാ. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ താനിത് കണ്ടുകൊണ്ട് നിന്ന ആളല്ലേ? അപ്പോൾ അയാൾ പറഞ്ഞു, ശരിയാ ഞാനും മണ്ടനാ, നീ പറഞ്ഞ ഞാൻ വിശ്വസിച്ചു. ശരിയല്ലേ? എന്തിനാ ഇത് ചെയ്ത്? എന്തിനാ ഇത്രയധികം ലക്ഷം രൂപ ചിലവാക്കിയിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ NOC മേടിച്ച റെസ്റ്റോറൻറ്റിന്? ആരാ മേടിക്കുന്നുള്ള? അങ്ങനെ അത് ചെയ്ത് തെറ്റായിപ്പോയി. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ഗ്രീസ് ട്രാപ്പ് പോലും വെക്കാത്ത അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. ഒന്നും ചെയ്യാൻ പാടില്ലായിരുന്നു. അങ്ങനെ ചെയ്യാതെ ഞാനൊരു സാധാരണ രീതിയിലുള്ള ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിരുന്നെങ്കിൽ കിട്ടുന്ന എന്താണെന്ന് വെച്ചാൽ ഏറ്റവും വില കുറഞ്ഞ് കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ കലക്കി ഒരു സാധാരണ മാർക്കറ്റിൽ കിട്ടുന്ന അതേ വിലക്ക് കസ്റ്റമേഴ്സിന് കൊടുത്തിരുന്നെങ്കിൽ ആർക്കും എന്നെ പറ്റി ഒരു പരാതി ഉണ്ടാവുമായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? എന്താ ഈ റെസ്റ്റോറൻറ്റിനെ പറ്റിയിട്ടുള്ള പരാതികൾ നിങ്ങൾ നോക്കൂ. ആ പരാതികളെല്ലാം ക്വാളിറ്റിയുള്ള നല്ല ഭക്ഷണം ന്യായ വിലക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നു. അതിനെ ബേസ് ചെയ്തിട്ടല്ലേ റെസ്റ്റോറൻറ്റ് തുടങ്ങുന്നതിന് മുമ്പേ എന്നെ ആരും ഇങ്ങനെ വേട്ടയാടിയതായിട്ടോ അല്ലെങ്കിൽ ഒന്നും എനിക്കറിയില്ല. ഞങ്ങളിപ്പോൾ 39 രൂപയ്ക്ക് ചോറ് കൊടുക്കുന്നു. ചോറും സാമ്പാറോ ഒഴിച്ചുകറി എന്താന്ന് വെച്ചാൽ അത് കൂട്ട്, തോരൻ, അച്ചാറ്, പപ്പടം എല്ലാം അൺലിമിറ്റഡ് ആയിട്ട്, ചോറും കറികളും എല്ലാം അൺലിമിറ്റഡ് ആയിട്ടുള്ള മീൽസും 39 രൂപയ്ക്ക് കൊടുക്കുന്നു. അപ്പം ഞാൻ ഇത്രേ ആലോചിച്ചുള്ളൂ. പൈസയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലമാണ്. അതിവിടെ കാനഡയിലായാലും അതെ, നാട്ടിലായാലും അതെ. ഈ വെള്ളപ്പൊക്കവും ഒക്കെ അതിന്റെ മോളിൽ കൂടിയിട്ടാണ്. അത് ഗതികെട്ടവും മുട്ടയടിച്ചപ്പോൾ കല്ലുമഴ എന്ന് പറയുന്ന പോലെയാണ് ഇതൊക്കെ വരുന്നത്. നാട്ടുകാർ ഒരു പൈസ ഇല്ലാതെ ഞാനടക്കം നിങ്ങളടക്കം ബുദ്ധിമുട്ടുന്ന ഒരു കാലഘട്ടമാണ്. ആ 39 രൂപയ്ക്ക് ചോറ് കൊടുക്കുന്നതിനെതിരെയുള്ള പ്രചരണമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ എന്തായിരുന്നു ഇവന്റെ ഡയലോഗ്? ആളുകൾ എത്രത്തോളം നെഗറ്റീവ് പറയുന്നു അത്രത്തോളം എൻ്റെ കച്ചവടം വളരെ വലുതാകുമെന്ന്. അതായത് എനിക്ക് ഭയങ്കര ലാഭം കിട്ടുമെന്ന്. എന്നാൽ ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ അങ്ങനെയൊന്നും അല്ലല്ലോ തോന്നിയത്. മൃണാളെ, തനിക്ക് അല്പമെങ്കിലും ഉളുപ്പെന്ന് പറയുന്ന സാധനമുണ്ടോ? നീ ഫുഡ് വ്ലോഗിങ് കളിച്ച് നടന്നിരുന്ന സമയത്ത് പല ഹോട്ടലുകളും നീ അടച്ച് പൂട്ടിപ്പിച്ചിട്ടുണ്ട്. ഓർക്കുന്നുണ്ടോ നീ അതൊക്കെ? ബാക്കിയുള്ളവന്റെ ബിസിനസ് അടച്ച് പൂട്ടിപ്പിക്കാൻ കാണിച്ച ആ ഒരു അഹങ്കാരത്തിന്, ആ ഒരു പുച്ഛത്തിന് ജനങ്ങൾ തന്ന 8ന്റെ പണിയാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്.
ഇത് ഞാൻ പറയുന്നതല്ല, ഇവിടുത്തെ സാധാരണ ജനങ്ങൾ നിന്റെ അവസ്ഥ കണ്ടിട്ട് അവർക്ക് സഹതപിക്കാനല്ല തോന്നുന്നത്, അവർക്ക് ചിരിക്കാനാണ് തോന്നുന്നത്. ശരിയാണ്, തെറ്റാണ്, ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. AC റെസ്റ്റോറൻറ്റിൽ, അതായത് ഒരാള് പറഞ്ഞു എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്, നാട്ടിലെ ചെറിയ ഊണ് കടകളിൽ പോലും 80 രൂപ 90 രൂപ 70 രൂപയൊക്കെയാണ് ഊണിന് കൊച്ചിയിൽ. ഇനി ഇവനാരാ 39 കൊടുക്കുക? ഇവനെന്തിനാ ഇവൻ എന്തൊക്കെയോ തെറിയാണ് പിന്നെ ബാക്കി. ശരിയാണ്, ചെയ്യാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, തെറ്റാണ്. ഒരു പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഒരുപാട് പേര് ഭക്ഷണം കഴിച്ച് പറയുന്ന പൈസയും തന്ന് സുഖമായിട്ട് പോയേനെ. അങ്ങനെയല്ലേ നാട്ടില് സാധാരണ നടക്കുന്നത് എന്നാണ് എന്നോട് എല്ലാവരും എനിക്ക് വേണ്ടപ്പെട്ടവർ ചോദിക്കുന്നത്. ശരിയല്ലേ? അതല്ലേ നടക്കുന്നത്? ഞാൻ എന്തിനാണ് ഇതിനെ ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് അവിടെ 50 ലക്ഷം ചിലവാക്കുക, എന്നിട്ട് അതിന് വെള്ളം ഉണ്ടാക്കുക, വേസ്റ്റ് വാട്ടർ ട്രീറ്റ് ചെയ്യുക, മറ്റേ അത് ചെയ്യുക, ഇത് ചെയ്യുക, ഓപ്പൺ കിച്ചൺ ഉണ്ടാക്കുക, എന്നിട്ട് സ്റ്റാഫിന് താമസിക്കാൻ വേണ്ടിയിട്ട് അത്രയും നല്ല വീട് വാടകയ്ക്ക് എടുക്കുക. എന്തിന്? ഭയങ്കര മണ്ടത്തരങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും. അതെ, ഇപ്പൊ ഈ അവസാനം ചെയ്ത്, അതായത് ഒരു 4 ദിവസം മുമ്പാണ് നമ്മളത് ചെയ്തു തുടങ്ങി. 4-5 ദിവസം മുമ്പ് 39 രൂപയ്ക്ക് ചോറ്. അതിനുശേഷം ഉള്ള പ്രചരണങ്ങളെ പറ്റി നിങ്ങൾ കേട്ട് കഴിഞ്ഞാണല്ലോ. ഐ മീൻ, നിങ്ങൾ കൊച്ചിയിലാണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവുമായിരിക്കും. അതുപോലെ ഓണസദ്യ 189 രൂപയ്ക്ക് ആണ് ഞങ്ങൾ ബുക്കിംഗ് എടുത്ത് തുടങ്ങിയത്. എൻ്റെ അമ്മോ, അതിനെക്കുറിച്ചൊക്കെ ഉള്ള പ്രശ്നങ്ങൾ പലരുടെയും കേട്ടാൽ ചെയ്യാൻ പാടില്ല, ഇതൊന്നും ചെയ്യാൻ. ചിന്തിച്ചു നോക്കിയ ശരിയല്ലേ? കോടിക്കണക്കിന് രൂപ ലാഭിക്കായിരുന്നു. ഞങ്ങളുടെ ഓപ്പൺ കിച്ചൺ ഗ്ലാസ് ഇട്ടതുകൊണ്ട് മാത്രം ഞങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് 20-30% കൂടുതലാണ്. കഴിഞ്ഞ മാസം കൊടുത്ത ഇലക്ട്രിസിറ്റി ബില്ല് 2,40,000 ചില്ലറ, എന്തോ 2.5 ലക്ഷം രൂപ എങ്ങനെയാണ് ഒറ്റ റെസ്റ്റോറൻറ്റില്. എന്തിന്? അവിടെ കട്ട വെച്ച് ചുമര് കെട്ടിയിട്ട് പെയിന്റ് അടിച്ചാൽ പോരെ? ഈ ഗ്ലാസ് ഇടുന്ന പൈസയും ആവില്ല. മാസം ഇങ്ങനെ ഇത്രയധികം ഇലക്ട്രിസിറ്റി ബില്ലും കൊടുക്കണ്ട. ആരാ ചോദിക്കുക? ഈ കിച്ചണകത്ത് എന്താ നടക്കുന്നത് ആരാ ചോദിക്കുക? ആരെങ്കിലും ചോദിക്കുമോ? ഞാനെന്തിനാ ഈ മറ്റേ ഗ്ലാസ് ഇട്ട് അവിടെ അതിൻ്റെ ഉള്ളിൽ നടക്കുന്ന മുഴുവൻ ആൾക്കാരെല്ലാം കാണുന്നത്? ഞാനെന്തിനാ വാശി പിടിക്കുന്നത്? എന്തിനും എന്നെ പറ്റി ആലോചിക്കുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട് എന്ന് പറയുന്ന അവസ്ഥയാണ്. ഞാൻ മണ്ടനാണെന്ന് ഇങ്ങനെ കിടന്ന് മോങ്ങേണ്ട കാര്യമില്ല. നീ മണ്ടനാണോ അല്ലയോ എന്നതല്ല ഇവിടുത്തെ വിഷയം. നീ ആൾക്കാരെ ഊമ്പിപ്പിച്ചോ? നീ എത്ര ഹോട്ടലുകൾ അടച്ച് പൂട്ടിപ്പിച്ചു? അതാണ് ഇവിടുത്തെ വിഷയം. പിന്നെ യവൻ്റെ വർത്തമാനം കേട്ടാൽ നമുക്ക് തോന്നും നമ്മളൊക്കെ വാശി പിടിച്ച് കരഞ്ഞ് വിളിച്ചിട്ടാണ് യവനൊരു ഹോട്ടൽ തുടങ്ങിയതും അതിലൊരു ഓപ്പൺ കിച്ചണും ഒക്കെ ഉണ്ടാക്കി വെച്ചതെന്ന്. ഒരു പ്ലാനിങ്ങും ഇല്ല, എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് ഒരു ബോധവുമില്ല. എന്നിട്ട് നാട്ടുകാരെ കുറ്റം പറയാനായിട്ട് ഒരു ലൈവ് ഉണ്ടാക്കി വന്ന് കയറിക്കോളും. നാണമില്ലേ മൃണാളെ തനിക്ക്? അവൻ്റെ ബിസിനസ് താഴേക്ക് പോയപ്പോൾ നാട്ടുകാരെ കുറ്റം പറയാനായിട്ട് ഒരു ലൈവിൽ വന്ന് കയറി കിടന്നുള്ള നിൻ്റെ ഈ ഒരു മുതലക്കണ്ണീരൊന്നും ആർക്കും 1 ഇഞ്ച് പോലും നിൻ്റെ അടുത്ത് സഹതാപം തോന്നാൻ പോകുന്നില്ല എന്നതാണ് സത്യം. എനിക്ക് തന്നെ അറിയാവുന്ന എന്തൊക്കെ വഴികളുണ്ടെന്നറിയോ? ഭക്ഷണം എന്തെങ്കിലുമൊക്കെ എവിടെന്നെങ്കിലൊക്കെ വാങ്ങിച്ചിട്ട് കലക്കി നാട്ടുകാർക്ക് കൊടുത്തിട്ട് പൈസ മേടിച്ച് പെട്ടിയിലിടാൻ പറ്റുന്ന എന്തൊക്കെ വഴികൾ എനിക്ക് തന്നെ, ഞാൻ തന്നെ നേരിട്ട് പല സ്ഥലങ്ങളിൽ കണ്ടിട്ടുള്ള എന്തൊക്കെ വഴികളുണ്ട്. അതും ചെയ്ത് ആ പൈസ എടുത്ത് സമാധാനമായിട്ട് ഞാനായാലും ഇൻവെസ്റ്റ് ചെയ്തവരായാലും എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയായിരുന്നു. ചെയ്യാൻ പാടില്ലായിരുന്നു. സത്യത്തിൽ എനിക്ക് ഇത് അറിയേയില്ലായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ വെറുപ്പിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. സത്യമായിട്ട് എനിക്കറിയില്ലായിരുന്നു. അവർ വെറുതെ ഇരിക്കില്ല, അവർ അത് നോക്കിക്കൊണ്ട് നിൽക്കില്ല, അതിനെതിരെ എല്ലാ റിസോഴ്സസ് ഉപയോഗിച്ചിട്ട് ആഞ്ഞടിക്കും എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരത്തെയാണ് ആ ഫോൺ വെച്ചത്. അയാൾ എന്നോട് ചോദിച്ചത് ശരിയല്ലേ? ഹംഗ്രി മൃണാളിന്റെ പകുതിയിൽ കൂടുതൽ ഓൺ ചെയ്യുന്നത് ഞാനും അയാളും മാത്രമാണ്. ഞാൻ അയാളും കൂടിയിട്ടാണ്. ബാക്കി പകുതിയാണ് വേറെ ഞങ്ങളുടെ അങ്ങനെയുള്ള ഇത് തുടങ്ങിയ സമയത്ത് ഞങ്ങൾ അന്വേഷിച്ച് വന്ന് ബാക്കിയുള്ളവർ ഓൺ ചെയ്യുന്നത്. എല്ലാവരോടും ഞാൻ ചെയ്ത തെറ്റാണ്. ഇങ്ങനെയൊന്നും ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, ചെയ്യാൻ പാടില്ലായിരുന്നു. എന്തിനാ അത്രയധികം പൈസ വേസ്റ്റ് ആക്കിയേ? എന്തിനാ ഇപ്പോഴും പൈസ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്? വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുക, എന്തിന്? ചെയ്യാൻ പാടില്ല. അയ്യോ, ഇതൊന്നും ചെയ്യാനേ പാടില്ല. പിന്നെ ഇവന്റെ ആദ്യത്തെ നമ്പർ വേറെ ഒന്നും ഉണ്ടായിരുന്നല്ലോ, നന്മ മരങ്ങളെ.
കുറച്ചു മുമ്പ് ഈ വഴി കൂടെ പോകുന്ന പട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്ത് നല്ല ഒന്നാന്തര ഷോയൊക്കെ ഇവ ഇറക്കിയിരുന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? ഇതൊക്കെ നിന്റെ സ്വന്തം ഹോട്ടലിലെ കച്ചവടം കൂട്ടാൻ വേണ്ടിയിട്ടുള്ള നിന്റെ ഉഡായിപ്പ് പരിപാടികളാണെന്ന് ബുദ്ധിയും വിവരവുമുള്ള മലയാളികൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? മൃണാൾ ഇനി അധികം കഷ്ടപ്പെടണമെന്നില്ല. നിനക്കിപ്പോൾ ഉള്ളത് വളരെ മോശമായിട്ടുള്ള ഇമേജാണ്. നീ അതിനെ എത്രത്തോളം വെള്ളം പൂശാൻ ശ്രമിക്കുന്നു അത്രത്തോളം അത് വീണ്ടും മോശമായിക്കൊണ്ട് തന്നെ ഇരിക്കും. ആൾക്കാർക്ക് വിവരം വെച്ചിട്ടുണ്ട് മൃണാളെ. പിന്നെ നിന്റെ കയ്യിലെ കാശ് കഴിഞ്ഞപ്പോൾ നിനക്ക് പെട്ടെന്ന് നാട്ടുകാരുടെ അടുത്തൊക്കെ ഒരു പ്രത്യേക സ്നേഹം അല്ലേ? കൊള്ളാം, നിന്റെ ബിസിനസ് ഐഡിയ ഒക്കെ കൊള്ളാം. പക്ഷേ അത് പാവപ്പെട്ടവൻ്റെ നെഞ്ചത്ത് കൊണ്ടിട്ട് ഉണ്ടാക്കണ്ട നീ. നമുക്കെന്തായാലും ഇവൻ്റെ മണ്ടത്തരങ്ങളുടെ ലിസ്റ്റ് നമുക്ക് നോക്കാം. ഞാനൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് വെച്ചു, പിന്നെ ഒരു ഓപ്പൺ കിച്ചൺ വെച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതുമാത്രമല്ല എൻ്റെ ഒരു 50 ലക്ഷം പോയെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മണ്ടൻ ഇവിടെ കിടന്ന് നിലവിളിക്കുന്നത്. അതും അവൻ തന്നെ സ്വയം പറയുന്നുണ്ട് അവനൊരു മണ്ടനാണെന്ന്. സോ അതുകൊണ്ട് ഞാൻ പറയുന്നതിൽ തെറ്റില്ലല്ലോ അല്ലേ? പിന്നെ നിന്റെ ഹോട്ടൽ പുതുക്കി പണിയാനും നിന്റെ ഹോട്ടലിന് വേണ്ടിയിട്ട് നിനക്ക് ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി നീ ചിലവാക്കിയ കാശിൻ്റെ കണക്ക് നാട്ടുകാരെ ബോധ്യപ്പെടുത്തി അവരുടെ അടുത്ത് സഹതാപം തേടേണ്ട കാര്യം തനിക്കില്ല. നിന്റെ ആവശ്യത്തിന് നീ ഉണ്ടാക്കിയത് ഹോട്ടൽ, നിന്റെ ആവശ്യത്തിന് നീ ഉണ്ടാക്കിയ ഹോട്ടലിൽ നീ നല്ല ഫുഡ് കൊടുക്കാത്തതുകൊണ്ട് ആൾക്കാർ കയറുന്നില്ല. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് നിന്റെ ഹോട്ടലിൽ ആൾ കയറുന്നില്ല എന്ന് വെച്ച് ആ കുറ്റമല്ല സാധാരണക്കാരുടെ തലയിൽ വെച്ച് കെട്ടിയിട്ട് നീ സഹതാപത്തിൽ ഉണ്ടാക്കിയെടുക്കാമെന്ന് കരുതുന്നത് നീ വീണ്ടും അതിൽ പറയുന്നുണ്ടല്ലോ നീ മണ്ടനാണെന്ന്. നീ മണ്ടൻ തന്നെയാണ്. നിന്റെ ഐഡിയ ഇപ്പോഴും വർക്കൗട്ട് ആയിട്ടില്ല. എനിക്കറിയില്ല ഞാൻ ചെയ്യുന്ന തെറ്റിന്റെ വ്യാപ്തിയും വലുപ്പവും ഒരു പിടികിട്ടില്ല. എനിക്ക് ഓർമ്മയുണ്ട്, എണ്ണ മില്ലിന്ന് സോഴ്സ് ചെയ്യണമെന്ന് വാശി പിടിച്ചിട്ട് മാർക്കറ്റിൽ വെളിച്ചെണ്ണ എഴുതി കിട്ടുന്ന പാക്കറ്റുകളുടെ ഇരട്ടി കൂടുതൽ കൊടുത്തിട്ടൊക്കെ എണ്ണ മേടിക്കുക. എന്നോട് എത്രയോ പേര് പല സമയത്തിനോട് ചോദിച്ചിട്ടുണ്ട്, ഇത് വേണോ, ഇതിന്റെ ആവശ്യമുണ്ടോ? എന്തായിരുന്നു ആ സമയത്തൊക്കെ മറ്റേ ഇപ്പൊ ഒരുപാട് പേര് പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട് ഞാൻ പണ്ട് ഏതൊക്കെയോ റെസ്റ്റോറൻറ്റ് റിവ്യൂ ചെയ്തുകൊണ്ടാണ് ഇവർ റിവ്യൂ ചെയ്യുന്നതെന്ന്. ഞാൻ ആ റിവ്യൂ ചെയ്ത കാലത്ത് ആർക്കും എന്നോട് ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ റെസ്റ്റോറൻറ്റ് ഈ രീതിയിൽ ഇത്രയധികം കാശ് ചിലവാക്കി ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധം പിടിച്ച് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമല്ലേ ആൾക്കാർക്ക് എന്നോട് പ്രശ്നം അല്ലേ? പിന്നെ തൻ്റെ ഈ 39 രൂപയുടെ ചോറിൻ്റെ കാര്യം നീ ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് പോലും ആൾക്കാർ അവിടെ കയറാൻ താല്പര്യമില്ല എങ്കിൽ അതിനർത്ഥം ആൾക്കാർക്ക് തന്നെ അത്രത്തോളം വെറുപ്പാണെന്ന് തന്നെയാണ്. അത് മനസ്സിലാക്കാതെ നീ ആൾക്കാരെ പഴിചാരിയത് കൊണ്ട് ആർക്കാണ് എന്താണ് ലാഭം? പിന്നെ ഞാനൊരു കാര്യം പറയാം, നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റും റിട്ടേണും തമ്മിലൊരു ബാലൻസ് നമുക്ക് വേണം. ആ ഒരു കാര്യത്തിൽ നീ ഒരു മണ്ടനാണെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതായത് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ മുഴുവൻ പണവും വെള്ളത്തിലിട്ടിട്ട് ഇപ്പോൾ ഞാൻ മണ്ടനാണെന്ന് പറഞ്ഞാൽ നിനക്ക് ആരെങ്കിലും കൊണ്ടുവന്ന് കാശ് തിരിച്ചു തരാൻ പോകുന്നുണ്ടോ? ചുരുക്കി പറഞ്ഞാൽ നിന്റെ ഈ ഒരു സിമ്പതി ഐഡിയ ഒന്നും ഇവിടെ വർക്കൗട്ട് ആകാൻ പോകുന്നില്ല മൃണാളെ. പണ്ട് നീ അഹങ്കരിച്ചതിൻ്റെ ബലം തന്നെയാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നത്. ബിസിനസ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, പണം മാനേജ് ചെയ്യാൻ അറിയില്ലെങ്കിൽ, ഇൻവെസ്റ്റേഴ്സിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി അത് തുലയ്ക്കാതെ വേറെ വല്ല പണിയും പോയി നോക്കണം. അല്ലാതെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് ജനങ്ങളെ നോക്കിക്കിടന്ന് മോങ്ങിയിട്ടൊന്നും ഒരു കാര്യവുമില്ല മൃണാളെ. ജനങ്ങളെ മണ്ടനാക്കുന്ന നിന്റെ ഈ സിമ്പതി നാടകം അവസാനിപ്പിക്കേണ്ട സമയമായി.